പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർമ്മലമാതാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുസഭയിൽ നമ്മൾ 3 വ്യക്തികളുടെ ജന്മദിനങ്ങളാണ് ആഘോഷമായി കൊണ്ടാടുന്നത്. വിശുദ്ധരുടെ തിരുനാളുകൾ നമ്മൾ ആചരിക്കുന്നത് അവരുടെ മരണദിനമാണ്, സ്വർഗപ്രവേശന ദിനമാണ്. എന്നാൽ ഈ 3 വ്യക്തികൾ പ്രത്യേകമായും അവരുടെ ഭൗതികമായ ജനനം നമ്മൾ ആഘോഷിക്കുന്നു. ഒന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ക്രിസ്തുവിൻ്റെ ജനനം. അതാണ് ക്രിസ്മസായി നമ്മൾ വളരെ ആഘോഷത്തോടുകൂടെ ലോകമെമ്പാടും ആചരിക്കുന്നത്. മറ്റു 2 വ്യക്തികൾ, ക്രിസ്തു ദൈവപുത്രനാണ്, ദൈവപുത്രനല്ലാത്ത മനുഷ്യരായ 2 വ്യക്തികൾ. അതാണ് മാതാവും വിശുദ്ധ സ്നാപയോഹന്നാനും. ഇവരുടെ തിരുനാളുകളും ജനന തീയതി നമ്മൾ സഭയിൽ ആഘോഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും വളരെയേറെ സർവ്വജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലുള്ള ബാഹ്യമായ ആഘോഷമായി നമ്മൾ കൊണ്ടാടുന്നത് മാതാവിൻ്റെ ജനന തിരുനാളാണ്. സെപ്റ്റംബർ 8 തീയതി നമ്മൾ മാതാവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നു. എന്തുകൊണ്ടാണ് മാതാവിൻ്റെ ജനന തിരുനാളിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഈ രീതി ആരംഭിച്ചു. സഭയിൽ മാതാവിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്ന രീതി. അതിന് ഒരു പ്രധാന കാരണമായിട്ട് പറയാവുന്നത് നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷയായിരുന്നു മാതാവിൻ്റെ ജനനം. വാസ്തവത്തിൽ ആദ്യ പാപത്തിൻ്റെ രംഗം അവിടെ വെച്ച് തന്നെ മാതാവിൻ്റെ ജനനം പ്രവചിക്കപ്പെട്ടിരുന്നു. വരാനിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്, രക്ഷകൻ്റെ അമ്മയാകാനിരിക്കുന്ന സ്ത്രീയുടെ വരവിനെക്കുറിച്ച് അന്ന് വളരെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. സാത്താനോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണ്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. അപ്പോൾ ഒരു പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സ്ത്രീ, മനുഷ്യന് വന്നു ഭവിച്ച ആ വലിയ ദുരന്തം, അതിന് പരിഹാരം കാണുന്നതിനുള്ള പദ്ധതിയിൽ പ്രത്യേകമായി പങ്കുവഹിക്കുവാനുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയെക്കുറിച്ചാണ് ഈ ഉൽപ്പത്തി 3:15 കർത്താവ് പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും. ഈ സ്ത്രീയുടെ ജനനം അന്നു മുതലേ ലോകം പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രതീക്ഷിക്കുകയായിരുന്നു, കാത്തിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ബൈബിൾ മുഴുവൻ മാതാവ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ സൂചനകളും പ്രവചനങ്ങളും പ്രതീകങ്ങളും പ്രതിരൂപങ്ങളുമൊക്കെയായി മാതാവ് നിഴലിച്ചും നിറഞ്ഞും നിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ വ്യക്തമായി യേശുവിന് ജന്മം നൽകിയ ദൈവത്തിൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ വ്യക്തമായ സാന്നിധ്യം തന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവചന വഴി മാതാവിനെ പ്രഖ്യാപിച്ചു. പഴയ നിയമത്തിൽ വളരെയേറെ പ്രവചനങ്ങളുണ്ട്. പ്രവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് മാതാവിനെ
പ്രഖ്യാപിക്കുകയായിരുന്നു. ദിവ്യമായ അരുളപ്പാടുകൾ വഴി അവളെ പ്രകീർത്തിച്ചു. എത്രയേറെ വചനങ്ങൾ പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാം. വരാനിരിക്കുന്ന മാതാവിനെ സൂചിപ്പിച്ചുകൊണ്ട് അവൾ പ്രകീർത്തിക്കുന്ന, പ്രഘോഷിക്കുന്ന വചനങ്ങൾ ഇനി പ്രതിരൂപങ്ങൾ വഴി വ്യക്തമായി എടുത്തു കാട്ടുകയും ചെയ്തു. അതാണ് വ്യക്തമായും അവ്യക്തമായും പ്രത്യക്ഷമായും പരോക്ഷമായും മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും. അപ്പോൾ മാതാവിനെക്കുറിച്ച് വളരെ കുറച്ചേ ബൈബിൾ പറയുന്നുള്ളൂ എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വളരെ കുറച്ചൊന്നുമല്ല, വളരെ അധികമായി തന്നെ മാതാവിനെക്കുറിച്ച് ബൈബിൾ പ്രതിപാദിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ വാഗ്ദാനങ്ങൾ, പുതിയ നിയമത്തിൽ ഈ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണങ്ങൾ ആയി മാതാവ് ഏതാണ്ട് പ്രധാനപ്പെട്ട സ്ഥാനത്ത്, പ്രഥമ സ്ഥാനത്ത് തന്നെ മാതാവ് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. വിശുദ്ധ ബെർണാർഡ് മാതാവിനെക്കുറിച്ച് പറയുന്നത്, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അവളെപ്പറ്റിയും അവൾ വഴിയും അവൾക്ക് വേണ്ടിയും എഴുതപ്പെട്ടു. കുറച്ച് അതിശയോക്തിയായി പോയി നമുക്ക് തോന്നാം. പക്ഷെ മാതാവിനോടുള്ള യഥാർത്ഥമായ ഭക്തി കൊണ്ട്, തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചിരുന്ന വിശുദ്ധ ബെർണാർഡിൻ്റെ ഹൃദയം ഇങ്ങനെ പറയുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. വ്യക്തിപരമായ ആത്മീയ അനുഭവത്തിൽ നിന്നാണ് വിശുദ്ധ ബെർണാർഡ് അത് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ മാതാവിനുള്ള ഭക്തിയിൽ വളരുകയും സ്നേഹത്തിൽ ആഴപ്പെടുകയുമൊക്കെ ചെയ്യുമ്പോൾ ഈ അനുഭവത്തിലേക്ക് നമുക്കും വളർന്നു വരുവാൻ കഴിയും. നിരവധി പ്രതീകങ്ങളും പ്രതിരൂപങ്ങളുമായി മരിയ സൂചകമായ ബൈബിൾ ഭാഗങ്ങൾ നമുക്ക് കാണാം. പ്രതിരൂപങ്ങളും പ്രതീകങ്ങളും. ഇവിടെ മരിയ സൂചകമായ പ്രതിരൂപങ്ങളായി പറയുന്നത്, ആദ്യം അത് വെറുതെ ഒന്ന് എല്ലാം സൂചിപ്പിക്കാം. പറുദീസ, ജീവൻ്റെ വൃക്ഷം, നോഹയുടെ പെട്ടകം, സമാധാനത്തിന് മാരിവില്ല്, ഒലിവ് ശിഖരം വഹിക്കുന്ന പ്രാവ്, ജേക്കബ് സ്വപ്നത്തിൽ കണ്ട കോവണി, മോശ കണ്ട മുൾപടർപ്പ്, എരിഞ്ഞു പോകാതെ കത്തി നിൽക്കുന്ന മുൾപടർപ്പ്, അഹരോൻ്റെ ദണ്ണ്, വാഗ്ദാനത്തിൻ്റെ പേടകം, ദാവീദിൻ്റെ കോട്ട, സോളമൻ്റെ ദേവാലയം, ഗിദെയോൻ്റെ ആട്ടിൻതുകൽ, ഏലിയാസ് കണ്ട മേഘശകലം എന്നിവ പ്രതീകങ്ങളാണ്, സിംബലുകളെന്ന് പറയും. മാതാവിൻ്റെ സൂചിപ്പിക്കുന്ന, മാതാവിൻ്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്ന സംഭവങ്ങൾ, വസ്തുതകൾ ആണ് ഇവിടെ പ്രതീകങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പറുദീസ, ദൈവം മനോഹരമായൊരു പറുദീസ സൃഷ്ടിച്ചുണ്ടാക്കി ആദ്യത്തെ ആദാമായ ആദിപുരുഷൻ ഉള്ള വാസസ്ഥലം ഒരുക്കിയത് അങ്ങനെയാണ്. ഇത് രണ്ടാമത്തെ ആദാമാണ് യേശു എന്ന് പറയാറുണ്ട്. ആ രണ്ടാമത്തെ ആദാമായ യേശുവിന് വന്ന് വസിക്കുവാനുള്ള അതിമനോഹരമായ അതിശ്രേഷ്ഠമായ ഒരു പറുദീസ ദൈവം മെനഞ്ഞുണ്ടാക്കി. അതാണ് പരിശുദ്ധ കന്യാമറിയം. ആ വലിയ പറുദീസയെ, അതിമനോഹരമായ പറുദീസയെ സൂചിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിലെ ആദിമ പറുദീസ. അതുകൊണ്ടാണ് അതിനെ മാതാവിൻ്റെ പ്രതീകം എന്ന് വിളിക്കുന്നത്. ജീവൻ്റെ വൃക്ഷം, നമുക്കറിയാം, പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മാതാവിന് ജീവൻ്റെ വൃക്ഷം എന്ന് പറയാം. കാരണം ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പമായ കനി നമുക്ക് നൽകിയത് ഈ ജീവവൃക്ഷമാണ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ ആദ്യ പറുദീസായിൽ നിലനിന്നിരുന്ന
ഒരു ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വാസ്തവത്തിൽ യഥാർത്ഥമായ ജീവൻ നമുക്ക് നൽകുന്ന കനി നൽകുന്ന ജീവൻ്റെ വൃക്ഷമായ മാതാവിനെ സൂചിപ്പിക്കുകയാണ്. നോഹയുടെ പെട്ടകം പ്രത്യേകമായും വ്യാഖ്യാനം ആവശ്യമില്ല. ജലപ്രളയം കൊണ്ട് സർവ്വതും നശിക്കുമ്പോൾ ഈ പെട്ടകത്തിൽ അഭയം കണ്ടെത്തിയവർ രക്ഷ പ്രാപിക്കുന്നു. ജലത്തിൽ മുങ്ങി മരിക്കാനിട വരുന്നില്ല. മാതാവ് ഇന്ന് പെട്ടകം പോലെയാണ്. പാപത്തിൻ്റെ പ്രളയത്തിൽ മനുഷ്യൻ മരിച്ചു വീഴുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് സുരക്ഷിതമായ അഭയസ്ഥാനം നമുക്ക് നൽകുന്നതാണ് ഈ പെട്ടകം. പരിശുദ്ധ അമ്മയാവുന്ന വാഗ്ദാന നമ്മൾ ലുത്തിനിയായാലും പറഞ്ഞല്ലോ, വാഗ്ദാനത്തിൻ്റെ പേടകമേ. അപ്പോൾ ഒരു പേടകമാണ് മാതാവ് എന്നവിടേക്കാണ്. അതുപോലെ വാഗ്ദാനത്തിന് പേടകം എന്ന് പറയുമ്പോൾ നമ്മൾ വേർന്നുകൂടി കാണാവുന്നത് പഴയ നിയമത്തിൽ ഇത് പേടകം ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തിൻ്റെ അടയാളമായ വാഗ്ദാന പേടകം. ഈ പേടകം വഹിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന് യഹൂദർ വിശ്വസിക്കുകയും അവർക്കത് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോഴും അവർ ഈ പേടകം വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് വിജയം സുനിശ്ചിതമായിരുന്നു. നമുക്കും വിജയം നൽകുന്ന, സംരക്ഷണം നൽകുന്ന, ആത്മീയമായ സുരക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് മാതാവ്. വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. ഇനി സമാധാനത്തിൻ്റെ മാരിവില്ല്. പ്രളയം കഴിഞ്ഞപ്പോൾ ആകാശത്ത് ഒരു മാരിവില്ല് കാണപ്പെട്ടു. ദൈവം മനുഷ്യനുമായിട്ട് സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ പ്രതീകം സമാധാനത്തിന് മാരിവില്ല്. വാസ്തവത്തിൽ ആ മാരിവില്ലായി ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രശോഭിക്കുന്നത് പരിശുദ്ധ കന്യക മറിയമാണ്. മാരിവില്ല് ഒലിവ് ശേഖരം വഹിക്കുന്ന പ്രാവ്. നോഹയുടെ പെട്ടകത്തിൽ നിന്ന് ആദ്യം ഒരു കാക്കയെ അയച്ചു. ആ കാക്ക ചുറ്റി കിടന്നപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. കാരണം മനുഷ്യരും മൃഗങ്ങളും എണ്ണമില്ലാത്ത വിധം ചത്ത് ചീഞ്ഞ് പൊന്തി ഒഴുകി നടക്കുന്നു. കാക്കയ്ക്ക് അതിന് ഉപരി സന്തോഷിക്കാനൊന്നുമില്ല. നോഹയെയും മറന്നു, പെട്ടകത്തെയും മറന്നു, ഈ ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങളുടെ പിന്നാലെ അവൻ പോവുകയാണ്. അത് ആവോളം കൊത്തി തിന്ന് ആസ്വദിച്ച് സന്തോഷിച്ച് മതിമറന്ന് നടക്കുന്നു. കാക്കയെ കാണാതായപ്പോൾ നോഹ ഒരു പ്രാവിനെ വിടുന്നു. പ്രാവ് ഇറങ്ങിയപ്പോൾ കാണുന്നത് കാലുകുത്താൻ ഇടമില്ല. സർവത്ര അഴുക്ക് നിറഞ്ഞു കിടക്കുന്നു. ചീഞ്ഞ ശരീരങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കിടന്ന് മലിനമായി കിടക്കുന്നു. കാലുകുത്താൻ പോലും ഇഷ്ടപ്പെടാതെ പ്രാവ് കൂട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പിന്നീട് ഒന്നുകൂടി പ്രാപിച്ചപ്പോഴാണ് അവിടെ ജലം വറ്റി വൃക്ഷങ്ങളിൽ നാമ്പുകൾ തളിർത്ത് വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നു. ഒരു ഒലിവ് ശിഖരത്തിൻ്റെ കൊമ്പ് കൊത്തിയെടുത്തുകൊണ്ട് ഈ പ്രാവ് പേടകത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഒലിവ് ശാഖയും കൊത്തി പിടിച്ചുകൊണ്ട് വരുന്ന പ്രാവ് മാതാവിൻ്റെ പ്രതീകമാണ്. ഒലിവ് ശിഖരം സമാധാനത്തിൻ്റെ അടയാളമാണ്. മനുഷ്യന് ശാശ്വതമായ സമാധാനം നൽകുന്ന തൻ്റെ തിരുക്കുമാരൻ യേശുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാവ് ഈ പേടകത്തിലേക്ക് ഒലിവ് ശിഖരവുമായി പറന്നു വരുന്ന സന്തോഷത്തോടെ വരുന്ന സന്തോഷ വാർത്ത നൽകുന്ന ആ പ്രാവിൻ്റെ പ്രതീകമാണ് മാതാവ്. പ്രാവ് മാതാവിൻ്റെ പ്രതീകമാണ്. ഇങ്ങനെ പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വാഗ്ദാനത്തിൻ്റെ പേടകം, ദാവീദിൻ്റെ കോട്ട, സോളമോന്റെ ദേവാലയം, ഗിദെയോന്റെ ആട്ടിൻതുകൽ, ഏലിയ കണ്ട മേഘം,
വളരെ കൃത്യമായി നമുക്കറിയാം, മാതാവിൻ്റെ സാന്നിധ്യം കണ്ട് അനുഭവിച്ച് മാതാവിനെ വണങ്ങുവാൻ കർമ്മലമലയിൽ യേശുവിൻ്റെയും മാതാവിൻ്റെയും ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മാതാവിനെ വണങ്ങുവാൻ ആരംഭിച്ചു ഈ ഒരു ദർശനം വഴി. എലിയ പ്രവചനം പ്രാർത്ഥിച്ചു. ബാലിൻ്റെ പ്രവചന്മാരെയെല്ലാം നിശബ്ദരാക്കിയതിനു ശേഷം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യവും ശിഷ്യന്മാരെ അയച്ചു എന്തെങ്കിലും അടയാളം വന്നിട്ട് നോക്കുവാൻ. 7ാമത്തെ പ്രാവശ്യം അവർ പറഞ്ഞു, ഇതാ ഒരു മേഘശകലം കടലിൽ നിന്നും പൊന്തി വരുന്നുണ്ട്. ആ മേഘശകലം ആകാശത്ത് പടർന്ന് അവിടെ ആകമാനം ചുറ്റി വ്യാപിച്ച് ആ പ്രദേശം മുഴുവനും അതിശക്തമായ അതിസമൃദ്ധമായ മഴ നൽകി അല്ല ഭൂമിയെ രക്ഷിച്ചു. ഇത് മാതാവിൻ്റെ വളരെ ശക്തമായ പ്രതീകമാണ്. ഒരു മേഘശകലമാണ്. ആ മേഘശകലം വർഷിക്കുന്നതാകട്ടെ രക്ഷകനായ യേശുവിനെയാണ്. യേശുവിലൂടെ അനുഗ്രഹത്തിൻ്റെ കൃപാവരത്തിൻ്റെ ഒരു വലിയ മഴ ഭൂമിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പഴയ നിയമത്തിലെ പ്രതീകങ്ങൾ ഏറെ നമുക്കിങ്ങനെ കാണാം. നമുക്കെടുത്ത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പോകുവാൻ സാധിക്കും. എത്രയോ പ്രതീകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, പ്രതീകങ്ങളാൽ സൂചിപ്പിക്കപ്പെടുന്ന, അങ്ങനെ ബൈബിൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇനി പ്രതിരൂപങ്ങൾ. പഴയ നിയമത്തിൽ ഗുണവതികളും ബുദ്ധിശാലിനികളും ധൈര്യവതികളുമായ പല സ്ത്രീരത്നങ്ങളും ബൈബിളുണ്ടായിരുന്നു. അവ മാതാവിൻ്റെ പ്രതിരൂപങ്ങളായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവജനത്തിൻ്റെ ഭാവി ഭാഗതയും നിർണയിച്ചത് ആ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളായിരുന്നു. മനുഷ്യമക്കൾ നമ്മളുടെ ഭാവിയെ നിയന്ത്രിക്കുവാൻ ഈ അമ്മ, ഈ വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം, അത് നമുക്ക് സഹായകമായി തീരുന്നു. സാറ, റെബേക്ക, റാഹേൽ, ജൂഡിത്ത്, എസ്തർ, അബിസാഗ്, അബിഗായിൽ, ബത്ശേബ ഇവരൊക്കെ ഈ പ്രതിരൂപങ്ങളാണ്. പഴയ നിയമത്തിൽ മാതാവിൻ്റെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ പ്രതിരൂപങ്ങളെന്ന് പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ പ്രതിരൂപങ്ങളും നിരവധിയായി നമുക്ക് കാണുവാനും കഴിയും. ഇവിടെ ഈ പറഞ്ഞ വ്യക്തികളിൽ തന്നെ നമുക്കൊരു വ്യക്തിയെ പ്രത്യേകമായിട്ടും എടുക്കാം. എസ്തറിൻ്റെ പേരിൽ ഒരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. ഈ എസ്തർ ഒരു യഹൂദ പെൺകുട്ടിയായിരുന്നു. രാജാവ് തൻ്റെ പത്നിയിൽ താല്പര്യമില്ലാത്തവനായി ഉപേക്ഷിച്ചു. പകരം തൽസ്ഥാനത്ത് രാജ്ഞിയായി പ്രതിഷ്ഠിക്കുവാൻ മറ്റൊരാളെ കൊണ്ടുവരുന്നതിന് രാജാവ് കൽപ്പനയിട്ടു. തൻ്റെ നാടും അന്വേഷിച്ചു. ഈ എസ്തറിനെയാണ് അവരുടെ കണ്ണിൽപ്പെട്ടത്. രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. രാജാവിൻ്റെ വളരെ പ്രീതി നേടി. വളരെ പ്രധാനമായും രാജാവിൻ്റെ ഹൃദയത്തെ വളയ്ക്കുവാൻ തക്ക വിധം അത്രയ്ക്ക് സൗമ്യമായ സൗന്ദര്യവും പെരുമാറ്റവും സ്നേഹവും ലാളിത്യവും എല്ലാം ഈ എസ്തറിനുണ്ടായിരുന്നു. അക്കാലത്ത് രാജാവിൻ്റേതായി ഒരു കൃത്രിമമായ വിളംബരം പുറപ്പെടുവിച്ചു ഹാമാൻ. ഈ നാട്ടിലുള്ള, ഈ രാജ്യത്തിലുള്ള എല്ലാ യഹൂദരെയും ഒന്നടങ്കം ഇന്നത്രാം തീയതിക്കകം വധിക്കണം എന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അതിൻ്റെ പകർപ്പ് നാട് മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. എസ്തറിൻ്റെ അമ്മാവൻ മർദ്ദക്കെ ഇവൾ വിവരമറിയിച്ചു ഈ എസ്തറിനെ. എസ്തറും വലിയ വിഷമത്തില്ലേ. കാരണം രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ നിശ്ചിത ദിവസങ്ങളുണ്ട്, സമയമുണ്ട്. ആ സമയത്തല്ലാതെ അങ്ങോട്ട് ചെന്നാൽ
രാജാവിൻ്റെ അപ്രീതിക്ക് കാരണമായാൽ കൊന്നുകളയുന്നതിന് വേറെ കാരണമൊന്നും വേണ്ട. അത്രയ്ക്ക് വലിയ അപകടസന്ധിയിലാണ്. പക്ഷെ സ്വന്തം ജനം അപകടത്തിലായിരിക്കുമ്പോൾ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്ന് അമ്മാവനായ മർദ്ദിക്കൂസ് ശാസിച്ചു പറയുകയാണ്. കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കി എസ്തർ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. എന്നിട്ട് ധൈര്യത്തോടുകൂടെ രാജാവിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. അതിൻ്റെ രംഗങ്ങളെല്ലാം പൂർണ്ണമായി വിവരിക്കുന്നില്ല. അവസാനം കാര്യം പറഞ്ഞു, എൻ്റെ ജനം മുഴുവനും നശിപ്പിക്കുവാൻ പോവുകയാണ്, അങ്ങ് ആ കൽപ്പന പിൻവലിക്കണം. രാജാവ് അങ്ങനെ കൽപ്പന പുറപ്പെടുവിച്ചതായിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല. ഉടനെ ഇത് ആരാണ് പുറപ്പെടുവിച്ചതെന്ന് അന്വേഷിച്ചു, കണ്ടെത്തി. ഹാമാനെ വിളിച്ചു വരുത്തി. ഹാമാനെ ഈ മർദ്ദക്കോയിയെ തൂക്കിക്കൊല്ലുവാനായി ഹാമാൻ ഉയർത്തിയിരുന്ന ആ തൂക്കുമരത്തിൽ തന്നെ അയാളെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. എന്നിട്ട് മർദ്ദക്കോയി തലസ്ഥാനത്ത് രണ്ടാം ഭരണാധികാരിയായി നിയമിച്ചു. അങ്ങനെ ഈ ഒരു എസ്തർ രാജ്ഞിയുടെ മധ്യസ്ഥത വഴി ഒരു ജനം മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. അത്രയ്ക്ക് വലിയ പ്രീതിയും സ്നേഹവും രാജാവിന് മുമ്പിൽ കണ്ടെത്തുവാൻ ഈ രാജ്ഞിക്ക് കഴിഞ്ഞു. മാതാവിൻ്റെ അതിശക്തമായ ഒരു പ്രതിരൂപമാണ് ഈ എസ്തർ രാജ്ഞി. ദൈവത്തിന് മുമ്പിൽ, രാജാധിരാജനായ സർവാധിപനായ ദൈവത്തിന് മുമ്പിൽ അത്രയ്ക്ക് പ്രീതി അവൾ കണ്ടെത്തി. ഈ ജനത്തിനു വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നത് തൻ്റെ കടമയാണെന്ന് മാതാവ് മനസ്സിലാക്കുന്നു. നിരന്തരമായി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു. സഭ ഇന്ന് നിലനിൽക്കുന്നതും സഭയിൽ ഒത്തിരിയേറെ ദൈവകൃപ, മാതാവിൻ്റെ അനുഗ്രഹം നിറഞ്ഞൊഴുകുന്നതുമൊക്കെ കാരണം ഈ ഒരു മധ്യസ്ഥതയാണ്. അപ്പം ഇങ്ങനെ പ്രതീകങ്ങളും പ്രതിരൂപങ്ങളും കൊണ്ട് നിറഞ്ഞ പഴയ നിയമം മുഴുവനും. അതുപോലെ തന്നെ വേറെയുമുണ്ട് ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥം, അതുപോലെ തന്നെ ഉത്തമഗീതം. ഇതൊക്കെ മാതാവിന് പ്രത്യേകമായി സൂചിപ്പിച്ച് മാതാവിനെ കേന്ദ്രീകരിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിജ്ഞാനം മാതാവിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ എടുത്ത് കാണുന്നത്. അതുപോലെ തന്നെ പാട്ടുകൾ, ഉത്തമഗീതം, അതിലെ ആ മണവാട്ടി മാതാവ് തന്നെയാണ്. ഇങ്ങനെ ഒത്തിരിയേറെ സൂചനകൾ, പ്രതീകങ്ങൾ, പ്രതിബിംബങ്ങൾ ഒക്കെ ബൈബിൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. മാതാവിനെക്കുറിച്ച് സൂചനകളില്ല, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ, അവ്യക്തമായിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ബൈബിൾ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിവേദനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ പ്രകാശനത്താൽ നിറഞ്ഞു നിന്ന് ബൈബിൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാത്തവരാണ്. ഇനി മാതാവിനെ സൂചിപ്പിക്കുന്ന 2 പുസ്തകങ്ങളാണ് പറഞ്ഞു. ബൈബിളിൽ വിജ്ഞാനത്തിൻ്റെ പുസ്തകവും ഉത്തമഗീതവും. 2 വലിയ പ്രവചനങ്ങളുണ്ട് മാതാവിനെക്കുറിച്ച്. അതിലൊന്നാണ് ആദിമ സുവിശേഷം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തെ ആദിമ സുവിശേഷം പ്രോട്ടോ എവഞ്ചേലിയും എന്നാണ് പറയുന്നത്. കാരണം രക്ഷയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന, പ്രവചനം നടക്കുന്നത് ഈ വാക്യത്തിലാണ്. നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്നെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകൾ. അപ്പോൾ നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അപ്പോൾ സാത്താന് ശത്രുവായി നിൽക്കുന്ന മാതാവ്, മാതാവിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ, സർപ്പത്തിനെ തല തകർക്കാൻ പോകുന്ന മകൻ. ഈ ഒരു വാസ്തവത്തിൽ രക്ഷാകര സന്ദേശം മുഴുവനും അതിലടങ്ങിയിട്ടുണ്ട്. സുവിശേഷം മുഴുവൻ, ബൈബിൾ മുഴുവൻ അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ആദിമ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 2ാമത്തെ പ്രവചനം പറയുന്നത് എമ്മാനുവേലിൻ്റെ കന്യകയായ മാതാവിനെക്കുറിച്ച് യേശയ്യ പ്രവാചകൻ നടത്തുന്ന പ്രവചനമാണ്. ഇതാ ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും,
ദൈവം നമ്മോടുകൂടി എന്നർത്ഥം. ഒരു കന്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതും വളരെ വ്യക്തമായ ശക്തമായ പ്രവചനമാണ്. കന്യയായിരിക്കും മാതാവ്, ഗർഭം ധരിക്കുന്നു, അമ്മയാവുന്നു, ഒരു പുത്രനെ പ്രസവിക്കുന്നു, എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നു, ലോകത്തിന് മുഴുവൻ രക്ഷ കൊണ്ടുവരികയും ചെയ്യുന്നു, സാത്താൻ്റെ തലയെ തകർക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലുമായി കാണുന്ന ഒത്തിരിയേറെ പ്രവചനങ്ങളും പ്രതീകങ്ങളും പ്രതിരൂപങ്ങളും ഒക്കെ കൊണ്ട് സമലംകൃതയായി നിൽക്കുന്ന മാതാവിനെയാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. ഒരു സ്ത്രീ സൂര്യനെ വസ്ത്രമായി അണിഞ്ഞു, ചന്ദ്രനെ പാദപീഠമാക്കിയും, ശിരസിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടമണിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീ മുഴുവനും കൂടെ ഒരുമിച്ച് കാണിക്കുന്ന ഒരു രൂപമാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്ന പരിശുദ്ധ കന്യകയുടെ അതിമനോഹരമായ പ്രൗഢഗംഭീരമായ ഈ ചിത്രം. ഇന്ന് മാതാവ് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശുവിൻ്റെ വലത്തുഭാഗത്ത് ഓബിഷ്ടിയായിരിക്കുന്ന മാതാവ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട മാതാവ്. തീർച്ചയായും ആ അമ്മയുടെ ജനനത്തിലും സഭ സന്തോഷിക്കുന്നതിൽ വളരെയേറെ സാങ്കത്യമുണ്ട്, അർത്ഥപൂർണമാണ്. നമുക്കതൊരു വലിയ പ്രയോജനമാണ്. മാതാവിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മൾ അഭിമാനിക്കണം, സന്തോഷിക്കണം, മാതാവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. മാതാവിൻ്റെ മക്കളായി വളരുവാൻ പരിശ്രമിക്കുകയും ചെയ്യണം. തീർച്ചയായും ദൈവം നമുക്ക് നൽകിയ നൂറ്റാണ്ടുകളായി ലോകചരിത്രത്തിൻ്റെ മനുഷ്യരുടെ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പ്രത്യേകമായ അനുഗ്രഹങ്ങളും കൃപകളും കൊണ്ട് നിറച്ച് അലങ്കരിച്ച് ദൈവം ഒരുക്കിയ വ്യക്തി. ആദ്യം പർദീസയെ സൃഷ്ടിക്കുന്നത് കാണിച്ചതിനേക്കാൾ വലിയ താല്പര്യം ഉത്സാഹവും ഈ പുതിയ പർദീസയാവുന്ന പരിശുദ്ധ മറിയത്തെ സൃഷ്ടിക്കുന്നതിൽ ദൈവം കാണിച്ചിരിക്കുന്നു. ഇത്രയ്ക്ക് വലിയ നല്ലൊരമ്മയെ നമുക്ക് നൽകിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മക്കളായി അമ്മയെ അറിയുവാനും അമ്മയെ സ്നേഹിക്കുവാനും ജീവിക്കുവാനും നമുക്ക് അനുഗ്രഹം കിട്ടിയതിനായി ആത്മാർത്ഥയോടുകൂടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹമുള്ള പിതാവാ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് അമ്മയായി നൽകിയ പരിശുദ്ധ കന്യാമറിയത്തിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയും ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് അങ്ങേക്ക് നന്ദി പറയുകയും ഈ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ പുകഴ്ത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, അങ്ങയുടെ വലിയ സ്ഥാനലബ്ധിയിൽ തിലോകരാജ്ഞിയായി സ്വർഗീയ സിംഹാസനത്തിൽ, പ്രത്യേകമായും അങ്ങേക്ക് ഒരുക്കപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്മരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ നിരന്തരം കാത്തുപാലിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.